വെൽക്കം ബാക്ക് ടു അട്ടപ്പാടിക്കാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകിൽ കാണുന്നതോടെ പട്ടികവർഗ വികസന വകുപ്പിന്റെ വട്ടേക്ക് കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട്. അതെന്താ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിച്ചത്. വേറെ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ പോയിട്ട് നോക്കാം. കാണുന്നതാണ് ചിരട്ടകൾ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു വലിയ അധ്വാനം തന്നെയാണ് ഉള്ളത്. കാരണം നമ്മുടെ അട്ടപ്പാടിയിലുള്ള എത്രയോ കഴിവുള്ള ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട് കൈകൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സ് നമ്മൾ ഈ കാണിക്കുന്ന സാധനങ്ങളാണ്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള പഞ്ചസാരയോ അങ്ങനത്തെ പോലെ കട്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ കൂടുതൽ എന്ന് വെച്ചാൽ ഈ കൂട, ഇതും മുളം കൊണ്ടുണ്ടാക്കിയ സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ പെൻസിൽ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഒക്കെ നമുക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നത് അമ്പലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി ഒരു സാധനമാണല്ലോ. നമുക്ക് അമ്പലത്തിലേക്ക് പോകുമ്പോൾ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം. ഞാനിത് നോക്കിപ്പോ എന്റെ കണ്ണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടങ്ങൾ എനിക്ക് അറിയില്ല. അതായത് ഇത് ആണ് ആവശ്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വയസ്സായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം. പക്ഷെ ഇത് പല വെറൈറ്റി ഉണ്ടല്ലോ. ഈ സാധനം നമ്മൾ മേടിക്കുന്നതൊന്നുമില്ല. ഇതുപോലെ പല വെറൈറ്റിയുടെ സാധനം നമുക്ക് ഇലക്ട്രിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അതിമനോഹരമായിട്ടുള്ള വടികളാണ് നമ്മളെ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി സ്പൂണുകൾ. അന്നേ പൊട്ടിക്കോ പിന്നെ കൊന്നേ കണ്ടോ, അടിപൊളിയായിട്ടുള്ള നല്ല മനോഹരമായിട്ടാണല്ലോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്ന സംഭവങ്ങളാണ്. ദോശ പെരുത്ത ചുടം എടുത്ത് അടുത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മൂങ്കെ. ഇത് ഞങ്ങളുടെ ഭാഷയില് മൂങ്കെ എന്ന് പറയും. ഞാൻ പോയ ഒരു വീഡിയോയിൽ ഇതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞതിനെ കുറച്ച് ട്രോൾ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രഷില് മരം കൊണ്ടുണ്ടാക്കിയ സംഭവമാണ്. അടിപൊളി തന്നെ, നല്ല രസമുണ്ട്. വലിയ അടുത്ത തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് എന്നൊക്കെ പറയുന്ന മാതിരി അതിമനോഹരമായിട്ടുള്ള ബാഗുകളാണ്. ചിലപ്പോ ഈ ബാഗിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ബാഗെത്തിക്ക് എവിടെ പോയാലും കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഞാനിത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അട്ടപ്പാടിയിലുള്ള ആൾക്കാര് അവര് സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബാഗാണ് ഈ ഒരു നമ്മൾ ഈ ഇതിൽ കാണുന്ന ബാഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാഗ് നിർമ്മിച്ചുകൊണ്ട് തന്നെ എത്ര കുടുംബങ്ങളാണ് മുന്നോട്ട് പോകുന്നത് പറയുന്നത്. ഇതൊരു ജീവിതമാർഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞത്. എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്റെ ഈ ട്രെയിനിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടുത്തെ അട്ടപ്പാടിയിലുള്ള ജനങ്ങള്, അതായത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരുപാട് ക്രാഫ്റ്റുകൾ ഇതൊക്കെ അവിടെ കാണാൻ പോകും. അതാണ് സംഭവം. അപ്പൊ അട്ടപ്പാടിയിൽ വരുന്ന ആൾക്കാര് ഇതൊന്നും മേടിക്കാന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രമാത്രം സന്തോഷമായിരിക്കും. അപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി അവർ ഉണ്ടാക്കുന്നത്, അവർ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഫലം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇത് നല്ല രസമില്ല എനിക്ക് ഒന്ന് വാങ്ങിച്ചാലും കോളേജിലേക്ക് പോകാൻ കിട്ടും. പക്ഷെ കാശില്ല എന്ന് വെക്കാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ യൂണിറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ആൾക്കാരുണ്ടാക്കുന്ന എന്താ കൈത്തിരി മുണ്ടാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല അടിപൊളി സംഭവം. എനിക്കൊരു സെയിൽസ് ചെയ്യാനുള്ള ഭാവി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ വരുന്ന ആൾക്കാർ മറക്കാണ്ട് ഇതൊക്കെ മേടിക്കാനായിട്ട് നല്ല ക്വാളിറ്റി അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മാനേജറാണ് നമ്മുടെ കൃഷ്ണപ്രസാദ് ചേട്ടൻ. അപ്പൊ നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആനക്കട്ടിയിൽ നിന്ന് മണ്ണാർക്കാട് റോഡിലെ ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത്. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ടൈം വരുന്നത് 8 മണിക്കാണ്. രാവിലെ 8 മണി തൊട്ട് നൈറ്റ് 9 മണി വരെ ഉണ്ടായിരിക്കും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് നമുക്ക് ഡിന്നർ വരെ ആ ഒരു പ്ലാനിങ് നമ്മൾ പോകുന്നത്. അതിൽ നോൺ വെജ് ഉണ്ടായിരിക്കും, വെജ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് സ്നാക്സ് ഐറ്റംസ്, പിന്നെ കഫേ ഉണ്ട്. നമുക്ക് മിൽമയുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ വീഡിയോ കണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇലക്ട്രിക് വണ്ടിയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി ചാർജ് ഇല്ലാണ്ട് വണ്ടി ഉന്തിക്കൊണ്ട് പോകാൻ ഓപ്ഷൻ വരുന്നില്ല. അതിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
സാധാരണ ബാഗ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ എത്രയോ സ്ത്രീകളുടെ പ്രയത്നമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതങ്ങനെയാണ് ശരിക്കും. ഈ ലോകം ശരിക്കും അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലുണ്ടാവുന്ന ഒരു കഥ, അതിന്റെ പിന്നിലുണ്ടാവുന്ന ഒരു ചരിത്രം കൂടുതൽ ആരും ഇങ്ങനെ നോക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതൊരു ജോലി മാത്രമല്ല, സ്വന്തം കുടുംബത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു വലിയ ആശ്രയം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സ്വയം തൊഴിൽ വഴി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഇവരുടെ ജീവിതം പലർക്കും ഒരു പ്രചോദനമാകട്ടെ. ഇവിടെ പറയുന്നത് പോലെ വെറും ബാഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് കുടകൾ നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് പുസ്തകങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ശരിക്കും പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന MRS പോലെയുള്ള സ്കൂളുകൾ, ഹോസ്റ്റലുകളിലേക്കാണ് ഏറ്റവും കൂടുതലും ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സുകൾ പോയി എത്തുന്നത്. അതായത് കുടകൾ, പുസ്തകങ്ങൾ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. അതും കേരളത്തിൽ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഓരോ പ്രോഡക്ട്സും ഇവർ സെയിൽ ചെയ്യുന്നത്. അതിനൊരു വലിയൊരു സംഭവം തന്നെയാണല്ലേ ശരിക്കും. ഇതെനിക്ക് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ബാഗിന്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പാടും കൈവേലിയും ഉണ്ടെന്ന് അറിയുമ്പോൾ അവരുടെ പ്രയത്നത്തെ കൂടുതൽ നമ്മൾ ശരിക്കും ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഇത്തരം യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വലിയൊരു തൊഴിൽ അവസരവും ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സന്തോഷമാണ്. ഇതിനെ സംബന്ധിച്ചോളം 10-80ഓളം ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതായത് 10-80ഓളം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വരെ നമുക്ക് പറയാൻ പറ്റുമല്ലേ. ഇവരിത് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇതേമാതിരി ആൾക്കാർ വന്ന് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബാംബു ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നതിനും, പുസ്തകം എങ്ങനെ നിർമ്മിക്കണം, ഒരു കൊട എങ്ങനെ നിർമ്മിക്കണം, ഒരു ബാഗ് എങ്ങനെ നിർമ്മിക്കണം, ഒരിക്കലും ഒരു കാര്യം നമുക്ക് സഡൻ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടാണ് ഈ ഒരു സംരംഭം ഇവർ തുടങ്ങിയിട്ടുള്ളത്. കാർഷിക പ്രവർത്തനങ്ങൾ സംഘത്തിന്റെ കൈവശമുള്ള കൃഷിയോഗ്യമായ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള കൃഷികളാണ് നടത്തുന്നത്. ഏകദേശം 50 ഏക്കറോളം സ്ഥലത്ത് 5500-ലധികം തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെന്നറിയോ? വാഴ, ചെറുനാരങ്ങ, ജാതി, മുരിങ്ങ, മാവ്, സപ്പോട്ട, മാതളം, പേര, കരിവേപ്പില തുടങ്ങിയ നിരവധി വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവയെല്ലാം പ്രത്യേക രീതിയിലാണ് വളർത്തുന്നത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രാസവളവും വിഷവും മരുന്നുകളും ഒഴിവാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള രീതികളിൽ ഉപയോഗിച്ചാണ് ജലസേചനം നടത്തുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫാമിലി വന്ന് ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരോട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാവേ. ഫുഡ് எப்படி இருக்கு? ஃபுட் நல்லா இருக்கு, நீங்க கண்டிப்பா வந்து ட்ரை பண்ணோம். ஓகே, தேங்க் யூ. அங்க உங்களுக்கு நாங்கள் வந்து ரிசார்ட்டுக்கு போயிட்டு வர்றோம். ஆன் த வேல இந்த ரெஸ்டாரண்ட் பார்த்துட்டு சாப்பிடலான்னு வந்தோம். வி ஆர்டர்ட் சிக்கன் பிரியாணி. இட்ஸ் டூ குட். பிரியாணி நல்லா இருக்கு. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായെന്ന് പറയണം. അപ്പൊ അട്ടപ്പാടിയിലേക്ക് വരുന്ന ആൾക്കാർ മറക്കാണ്ട് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അറിയിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ അടുത്തായിട്ടുള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കഫേയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ചേച്ചിനെ അടുത്തൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ഒരു വൈബ് എങ്ങനെയാന്നുള്ളത് കാര്യം നമുക്ക് ചോദിക്കട്ടെ. இங்க எப்படி நீங்க இந்த ஊரா? நாங்க இந்த ஊர் இல்ல, கோயம்புத்தூர். ஓகே. எவ்வளவு நாளா இங்க வந்துட்டு இருக்கீங்க? ஒரு few months ரெகுலரா வந்துகிட்டு இருக்கோம். எப்படி இருக்கீங்க இந்த சர்வீஸ் எல்லாமே? Service is really good. The place is very clean and hygienic. So and food is also good. இங்க உங்களுக்கு ரொம்ப பிடிச்ச ஃபுட் எதா இருக்கும்? அவங்க சிக்கன் ஃப்ரை, சிக்கன் கிரேவி எல்லாமே நல்லா இருக்கும். ஃபிஷ் ஃப்ரை எல்லாமே நல்லா இருக்கும். ஓகே. So அட்டப்பாடி யூடியூப் சேனலை லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க. താങ്ക് യു. ഇത്ര ഒരു നല്ലൊരു സംരംഭം തുടങ്ങാനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ അട്ടപ്പാടി ITDPയിലെ പ്രൊജക്ട് ഓഫീസർ സുരേഷ് കുമാർ സാറിനും സാദിഖലി സാറിനും ഒരു ബിഗ് സല്യൂട്ട് അട്ടപ്പാടിക്കാരിയുടെ വക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പൊ അട്ടപ്പാടിക്കാരി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒന്നുകൂടി പറഞ്ഞേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് അട്ടപ്പാടിക്കാരി ചാനൽ. എല്ലാവരും ഓരോരുത്തരും ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് അട്ടപ്പാടിക്കാരി അനുപ്രശോഭിനി. ആളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മേളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.